ബുദ്ധിരാക്ഷസൻ ജിൻഡോയെ പവർ റൂമിന് കൂടെ നിന്നിട്ട് റസ്മിൻ ചതിച്ചു. നോറയും ജാസ്മിനും ഗബ്രിയും ഉൾപ്പെടെയുള്ളവരുടെ കൂടെ പ്ലാൻ ചെയ്ത് അവരുടെ പ്ലാനുകൾ നടപ്പിലാക്കി അവർക്ക് വേണ്ടി കംഫോർട്ടായിട്ട് നിന്ന മെഹറിൻ നമ്മുടെ റസ്മിൻ ജിൻഡോയെ പലതവണ ചതിച്ചിരുന്നു. എന്നിട്ട് റസ്മിനെ കറക്റ്റായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് തൂക്കിയിട്ടങ്ങ് കൊടുത്തു. റസ്മിനും നോറയും ഒരേ പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് മയക്ക് വെച്ച് പ്ലാനുകൾ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായി പൊള്ളിച്ച് അടുക്കി തൂത്തുവാരിയും കൊടുത്തു ജിൻഡോ. അതോടുകൂടി റസ്മിൻ ബായിയുടെ പത്തി താന്നു, പൊടിഞ്ഞു പോയി. അതുപോലെ ജാസ്മിൻ കുളിമുറിയുടെ ഉള്ളിൽ കയറി ഗബ്രിയും ജാസ്മിനും തമ്മിൽ പരസ്പരം അതിൽ ഭിത്തിയിൽ മുട്ടിക്കൊണ്ട് സംസാരിക്കുന്നത്, മൈക്ക് വിരിച്ച് സംസാരിക്കുന്നത്, കാര്യങ്ങൾ ജയിലിനുള്ളിൽ സംസാരിക്കുന്നത്, ഗെയിമിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നത്, പാട്ടിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊളിച്ചടിക്ക് ലാലേട്ടനോട് ജിൻഡോ പറഞ്ഞ് ഇവരുടെ മുഖം പുറത്തേ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പുതിയ വയൽക്കാട് വരുമ്പോൾ പവർ ഹൗസിലുള്ളവർ ഇതുപോലെ അവരുടെ കൂടെ പതിപ്പിനടിയിൽ പോയി കടന്നു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് ജിൻഡോ ലാലേട്ടനോട് പറയുന്നുണ്ട്. അതുകൂടാതെ ജിൻഡോയുടെ ഉറക്കം കൃത്യമായ ലാലേട്ടൻ പൊക്കിയിട്ടുണ്ട്. പുള്ളി അതൊന്നും വിഷയമല്ല, പുള്ളി കൃത്യമായ റൂമിലുള്ള ഹൗസിലുള്ള ഓരോരുത്തരുടെയും സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അടിപൊളിയായിട്ട് ജിൻഡോ ഗെയിം കളിച്ചിട്ടുണ്ട്. അതിനകത്ത് നോറയ്ക്കെതിരെയും റസ്മിനെതിരെയും ജാസ്മിനെതിരെയും ഗബ്രിക്കെതിരെയും കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലാലേട്ടന് മുന്നിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ലാലേട്ടനെ ഇടയ്ക്ക് ഓവറായി നിന്ന റസ്മിനെ ലാലേട്ടനും അതുപോലെ ജാസ്മിനെയും ലാലേട്ടനെ അടിച്ച് ഒതുക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഗബ്രിയുടെ കൈ പൊക്കിയപ്പോൾ ആർക്ക് വേണ്ടി കൈ പൊക്കണം, ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ജാസ്മിൻ സംസാരിക്കണം, ഗബ്രിക്ക് എന്ത് സ്ഥാനം എന്ന് വെച്ച് ഗബ്രിനെ അടിച്ച് ഒതുക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും സിജോയോടുള്ള സ്നേഹം പൊള്ളയാണെന്ന് മൊത്തത്തിൽ എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സിജോയ്ക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ട്. സിജോ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യത കുറവാണ്, 2 ആഴ്ച ഇനി റെസ്റ്റ് വേണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിജോ പുറത്താവേണ്ട സാഹചര്യം ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. പിന്നെ ജാസ്മിൻ എന്ന ആളുടെ ഈ പൊള്ളത്തരം മൊത്തം പൊടിച്ചടക്കിയിട്ടുണ്ട്. റസ്മിൻ, ജാസ്മിൻ, നോറ, ഗബ്രി ഇവരുടെ കൂട്ടുകെട്ടിനെ പറ്റി കൃത്യമായി ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ഗെയിമിനെ പറ്റി കൃത്യമായി ലാലേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായൊരു എപ്പിസോഡിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോയിട്ടുള്ളത്. അതിനകത്ത് പവർ കാണിച്ചിരിക്കുന്നത് ശരിക്കും ലാലേട്ടനും ജിൻഡോയാണെന്ന് തന്നെ പറയേണ്ടി വരും. ജിൻഡോയ്ക്കും ജാസ്മിന് ശിക്ഷയുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു. ജിൻഡോ കിടന്ന് ഉറങ്ങിയതിനും ജാസ്മിൻ 1000 തവണ എങ്കിലും മൈക്ക് ഊരി വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യത്തിലും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ചായയുടെ കേസിനകത്ത് തുമ്മി ഇട്ടിട്ട് ആ ചായ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് പേരിൽ ജാസ്മിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ദിവസം ബിഗ് ബോസ് ഹൗസിൽ വളരെ ശക്തമായ രീതിയിലുള്ളൊരു വിഷയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഹൈജീൻ്റെ വിഷയമാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ യുദ്ധം ഉണ്ടാവും. ജിൻഡോനെ പൊടിച്ചെടുക്കാൻ വേണ്ടി വീട്ടിലെ ആൾക്കാർ ഇനിയും മുന്നോട്ട് വരും. പക്ഷേ ഒരു കാര്യവുമില്ല, ജിൻഡോ കൃത്യമായി എവിഡൻസ് വെച്ചിട്ട് പുള്ളി CID രാംദാസ് ഹൗസിനുള്ളിലുണ്ടെങ്കിലും CID ജിൻഡോയാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. CIDയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ജിൻഡോ കൃത്യമായ രീതിയിൽ കരിക്കുളം നീക്കുന്നുണ്ട്. അത് ലാലേട്ടനും ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസിലെ ഓരോ സെക്കൻഡുകളും ജാസ്മിൻ്റെ മുഖം കാണും. ജിൻഡോനെ കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അതുമാതിരി കലിപ്പ് പിടിച്ചിട്ട് ഇരിക്കണേ. പകുതി എക്സ്പ്രഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ജാസ്മിൻ്റെ മുടിയെപ്പറ്റി സംസാരം ഉണ്ടായിരുന്നു, അത് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. ജാസ്മിൻ്റെ മുടി വെപ്പ് മുടിയാണ്, കുറേയൊക്കെ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എല്ലാ രീതിയിലും പറ്റിക്കപ്പെടുന്ന രീതിയിലാണ് ജാസ്മിനോട് നിൽക്കുന്നത്. അവരുടെ ജയിലിൻ്റെ ഉള്ളിലുള്ള സംസാരങ്ങളും അവരുടെ ഇൻറ്റിമസികളും പുറത്തേക്ക് ഇനി പ്രേക്ഷകരുടെ ഇടയിലേക്ക് എങ്ങനെ പോകും, ഈ ബാത്റൂമിനുള്ളിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോവുമോ, അതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നിട്ട് ഇവർ ചെയ്ത കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോകുമെന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുന്ന ജാസ്മിൻ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ജാസ്മിന് ഈ പ്രാവശ്യം ഒന്നും പറയാത്ത രീതിയിൽ അടിച്ച് ഒതുക്കി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ജിൻഡോ ആണ് വീണ്ടും ഗെയിമർ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ആർക്കും വോയിസ് ഇല്ലായിരുന്നു, ജിൻഡോ കയറി സ്കോർ ചെയ്യുമായിരുന്നു. അത് വളരെ അടിപൊളിയായിരുന്നു. ജിൻഡോയ്ക്ക് പുറത്ത് അതിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ സംസാരിച്ച് വരുമ്പോൾ ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി കറക്റ്റായിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ കൃത്യമായി ഓരോത്തിൻ്റെ മുടി വലിച്ച് കീറിയും കൊടുത്തിട്ടുണ്ട്. അത് വളരെ അടിപൊളിയായിരുന്നു. കാര്യം ഉറക്കം കൂടുതലുണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു.